മോദി സർക്കാരിനെതിരായ ശക്തമായ താക്കീതാണ് തൊഴിലാളി സമരമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തൊഴിലില്ലാത്ത യുവാക്കളെ ജാതീയമായി വിഭജിക്കാനാണ് കേന്ദ്ര സർക്കാർ മുന്നോക്ക സംവരണ ബില്ല് ധൃതി പിടിച്ചു കൊണ്ടുവന്നത്. മുന്നോക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്ക് ഇതുകൊണ്ട് പ്രയോജനം ലഭിക്കില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. ഈ പണിമുടക്കം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇത്തരമൊരു ബില്ല് കൊണ്ടുവന്നത് അതൊരു സമരത്തിലുന്നയിച്ചിരിക്കുന്ന ആവശ്യം ചർച്ചാ വിഷയമാകരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും ലോകസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തട്ടിപ്പ് മാത്രമാണ്. ആത്മാർത്ഥതയോടുകൂടി കൊണ്ടുവന്ന ഒരു നിയമമല്ല. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചട്ടങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാക്കാൻ പോവുകയാണ്. അതിൽ തന്നെ ഏറ്റവും പാവപ്പെട്ടവർക്ക് പരിഗണന കൊടുക്കുന്ന വിധത്തിലല്ല ഇപ്പോൾ ഇതിൻ്റെ നിയമനിർമ്മാണം തന്നെ നടത്താൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ഓരോ സന്ദർഭങ്ങളിലും തൊഴിലാളി വർഗം ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോൾ ആ സമരത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളെ വിസ്മരിക്കാൻ മതപരമായ കലാപങ്ങൾ ഉണ്ടാക്കും, ജാതീയമായ ധ്രുവീകരണം ഉണ്ടാക്കും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പണിമുടക്കം സമരകലയുടെ തുടിമുഴക്കം ദുരിതമർദ്ദിത ജനകമുദ്ര തിരയിലക്കം നാടുണർത്തുന്നു. സംയുക്ത ട്രേഡ് യൂണിയന്റെ പണിമുടക്ക് രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മധ്യ കേരളത്തിലെ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും സിബി ചേരുകയാണ്. സിബി, എങ്ങനെയാണ് മധ്യ കേരളത്തിൽ പണിമുടക്ക് പുരോഗമിക്കുന്നത്? സമാധാനപരമായ അന്തരീക്ഷം തന്നെയാണോ നിലനിൽക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ ദേശീയ പണിമുടക്ക് കൊച്ചിയിലും പൂർണ്ണമായും സമാധാനപരമായി മുന്നോട്ട് നീങ്ങുന്നു. ഏകദേശം 3 ലക്ഷത്തോളം തൊഴിലാളികളാണ് മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ പണിമുടക്കുന്നത്. മറ്റേ ഇടുക്കി, കോട്ടയം, തൃശൂർ, ആലപ്പുഴ തുടങ്ങി മധ്യമേഖലയിലെ മറ്റു ജില്ലകളിലും സമാനമായ രീതിയിൽ തന്നെ പണിമുടക്ക് മുന്നോട്ട് പോകുന്നു. തൊഴിലാളികൾ ഒന്നടങ്കം, എല്ലാ മേഖലയിലും തൊഴിലാളികൾ ഒന്നടങ്കം പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടാണ് ദേശീയ പണിമുടക്ക് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ച് വ്യവസായ മേഖല കൂടിയാണ് ഇൻഫോ പാർക്ക്, അതോടൊപ്പം തന്നെ FACT, കൊച്ചിൻ റിഫൈനറി, വല്ലാപ്പുറം ടെർമിനൽ ഉൾപ്പെടെ വിവിധ മേഖലകൾ, തുറമുഖങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും പൂർണ്ണമായി സ്തംഭിച്ച സാഹചര്യമാണുള്ളത്. തൊഴിലാളികൾ പൂർണ്ണമായും ദേശീയ പണിമുടക്കുകൊണ്ട് 48 മണിക്കൂറും സഹകരിച്ചുകൊണ്ട് ഈ തൊഴിലിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ഒരു പ്രതിഷേധം തീർക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്ന് രാവിലെ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലും നോർത്ത് റെയിൽവേ സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ ആലുവയിലും ട്രെയിൻ തടഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധം തീർത്തിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും പൊതുയോഗങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ആലപ്പുഴയിലും കോട്ടയത്തും ഇടുക്കിയിലെല്ലാം തന്നെയും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ആലപ്പുഴയെ സംബന്ധിച്ച് ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് സർവീസ് എല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 2 ദിവസമായി പ്രവർത്തിക്കുന്നില്ല. ബാങ്കിംഗ് മേഖലയെല്ലാം തന്നെ പൂർണ്ണമായി സ്തംഭനാവസ്ഥയിലാണ്. അതോടൊപ്പം തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പ്രീപെയ്ഡ് ടാക്സികൾ ഉൾപ്പെടെയുള്ളവ തന്നെ ഈ സർവീസ് നടത്താതെ ഈ സമയത്തോട് പൂർണ്ണമായും ഈ ദേശീയ പണിമുടക്കിനോട് പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. നിരത്തിൽ സ്വകാര്യ ബസ്സുകളോ KSRTCയോ ഇറങ്ങിയിട്ടില്ല. പമ്പയിലേക്കുള്ള KSRTC സർവീസ് മാത്രമാണ് നിരത്തിലിറങ്ങിയിട്ടുള്ളൂ. എന്നാൽ അയ്യപ്പ ഭക്തരെ ആരെയും തന്നെയും ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു ദേശീയ പണിമുടക്ക് മുന്നോട്ട് പോകുന്നത്. ചുരുക്കം ചില കടകമ്പോളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഭൂരിഭാഗം കടകമ്പോളുകളും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ജനജീവിതത്തെ കാര്യമായി തന്നെ അല്ലെങ്കിൽ ദുരിതപൂർണ്ണമാക്കാത്ത രീതിയിലുള്ള ദേശീയ പണിമുടക്കാണ് പ്രഖ്യാപിച്ചത്. വഴിതടയലോ അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ തടയുകയോ കടകമ്പോളങ്ങൾ നിർബന്ധപൂർവ്വം അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലെന്ന് സംയുക്ത സമരസമിതി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും തൊഴിലാളികൾ സ്വയമേ വിട്ടുനിന്നുകൊണ്ട് ഈ ദേശീയ പണിമുടക്കിനെ ഒരു വലിയ വിജയമാക്കി തീർക്കുകയാണ് മധ്യ കേരളത്തിൽ ഇപ്പോൾ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നതും. തീർച്ചയായും മനുഷ്യ സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ പൂർണ്ണ വിജയമാണ് പണിമുടക്ക് എന്നാണ് മധ്യ കേരളത്തിലെ വിവരങ്ങൾ. ഇനി ദേശീയ തലത്തിലെ കാര്യങ്ങൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ ഇടതു സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായെങ്കിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പൊതുപണിമുടക്ക് പൂർണ്ണമാണ്. സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് പാർലമെന്റിലേക്ക് മാർച്ച് പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്നും ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ഏതൊക്കെ സംഘടനകളാണ് പ്രധാനമായും പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്നത്? എന്താണ് നിലവിലെ സ്ഥിതി? ജീന, 10ഓളം കേന്ദ്ര ട്രേഡ് യൂണിയനുകളും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലുള്ള ചെറിയ സംഘടനകളും ചേർന്നുകൊണ്ടുള്ള പാർലമെന്റിലേക്ക് തീരുമാനിച്ച പണിമുടക്കുമായി ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റ് സമര പ്രതിഷേധ മാർച്ച് പാർലമെന്റ് എത്തിയിരിക്കുന്നു. അവിടെ പരിപാടികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തൊട്ടുപിറകെയാണ് ഈ പറയുന്ന പണിമുടക്ക് നടന്നുപോയത്. ഇതിലെയാണ് നടന്നുപോയത്. മണ്ഡി ഹൗസിൽ നിന്ന് ആരംഭിച്ച പണിമുടക്ക് നേരെ പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് പോയിരിക്കുന്നു. എന്തായാലും ശക്തമായി തന്നെ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളും അതുപോലെ തൊഴിലാളി വിരുദ്ധ നയങ്ങളും എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള
പണിമുടക്ക് ശക്തമായി തന്നെ വിജയിച്ചിരിക്കുമെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ തന്നെ CITയുടെ സെക്രട്ടറി ആയിരിക്കുന്ന AR സിന്ധു നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 20 കോടി ജനങ്ങൾ ഈ പറയുന്ന പണിമുടക്ക് അണിനിരുന്നെങ്കിലും ഇന്ന് 20 കോടിയിലധികം ജനങ്ങൾ പണിയിരുന്നു എന്നാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഔദ്യോഗിക കണക്കുകൾ ഇപ്പോഴും തന്നെ ഉച്ചശേഷം പുറത്തു വരുന്നു അവർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ചരിത്രത്തിന്റെ ഏടുകളിൽ ഒരു ഇടം പിടിക്കുന്ന ഒരു സമരം തന്നെ അല്ലെങ്കിൽ ഒരു പണിമുടക്ക് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം പ്രധാനമായി തന്നെ 12 ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് നടക്കുന്ന പണിമുടക്കിൽ തന്നെ നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ കൽക്കരി മേഖലയിലുള്ള 70% തൊഴിലാളികൾ തന്നെ ഈ പണിമുടക്കിൽ അണിനിരുന്നു. അതിനൊപ്പം തന്നെ ബാങ്കിംഗ് മേഖല, അധ്യാപക സംഘടന, അങ്ങനെ എല്ലാ തരത്തിലുള്ള മേഖലയിലുള്ള എല്ലാവരും തന്നെ ഈ പണിമുടക്കിൽ അണിനിരുന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ തന്നെ ഇന്ന് പശ്ചിമ ബംഗാൾ ഒരു അനിഷ്ട സംഭവം റിപ്പോർട്ട് ചെയ്തെങ്കിലും 1-2 അനിഷ്ട സംഭവങ്ങൾ മാത്രമാണ് ഈ പണിമുടക്കിൽ ഉണ്ടായിരിക്കുന്നത്. ബാക്കി എല്ലാ തരത്തിലും പൂർണ്ണ വിജയം തന്നെയാണ് ഈ പണിമുടക്ക് എന്ന് പറയേണ്ടി വരും. രാജ്യത്ത് 20 കോടി ജനങ്ങളാണ് ഈ പണിമുടക്കിൽ അണിനിരന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, കാരണം ഇത് സാധാരണ ജനങ്ങളുടെ ആവശ്യമാണ്. കാരണം 12ഓളം പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പണിമുടക്ക് നടക്കുന്നത്. പ്രധാനമായി തന്നെ മിനിമം വേതനം 18,000 രൂപയാക്കി ഉയർത്തുക, അതുപോലെ തന്നെ പെൻഷൻ തുക 3,000 രൂപയാക്കി ഉയർത്തുക, പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള സ്വകാര്യ മേഖലയിലുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കുക, റെയിൽവേ അടക്കമുള്ള മേഖലയിൽ സ്വകാര്യ കമ്പനികൾ കടന്നു വരാൻ ശ്രമിക്കുന്നു, അതെല്ലാം തന്നെ അവസാനിപ്പിക്കുക, പ്രതിരോധ മേഖലയിലുള്ള വിദേശ നിക്ഷേപം, അതായത് സ്വകാര്യ കമ്പനികളുടെ നിക്ഷേപം അവസാനിപ്പിക്കുക എന്നിങ്ങനെ തുടങ്ങി സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പണിമുടക്ക്. അത് ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ആരംഭിച്ചു, ഇന്ന് രാത്രിയോടെ അവസാനിക്കും. 48 മണിക്കൂർ പണിമുടക്ക് പൂർണ്ണ വിജയം തന്നെ പറയേണ്ടി വരും. നിലവിൽ തന്നെ 36 മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു പണിമുടക്ക്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 1991 ശേഷമാണ് ഇങ്ങനെ ദ്വിദിന പണിമുടക്ക് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അതിൽ തന്നെ ചരിത്ര വിജയം തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് എല്ലാവരും തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പണിമുടക്ക് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ആവശ്യങ്ങളായ 12 ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ അവകാശങ്ങളെ നേടിയെടുക്കുന്നവരെ നിരന്തരം സമരങ്ങളും സമര പരിപാടികളും സംഘടിപ്പിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ എല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. സംയുക്ത ട്രേഡ് യൂണിയന്റെ പാർലമെന്റ് മാർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവർ മണ്ഡി ഹൗസിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറമുള്ള മണ്ഡി ഹൗസിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഇപ്പോൾ പാർലമെന്റ് സീറ്റിൽ എത്തിയിരിക്കുന്നു. പാർലമെന്റ് സീറ്റിൽ വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. തുടർന്ന് അവിടെ വെച്ച് അവിടെ പ്രസംഗ പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിക്കുന്നു. പക്ഷേ എന്തായാലും ഒരു തരത്തിലുള്ള അക്രമാസക്തമായ സംഭവങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. കാരണം പോലീസ് അവിടെ ബാരിക്കേഡ് തടഞ്ഞ സമയത്ത് അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്നു. സാധാരണഗതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ എല്ലാം സൗമ്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരുടെയും തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞപ്പോൾ തന്നെ അവർ നിശബ്ദമായി തന്നെ അവരുടേതായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു നിശബ്ദമായി തന്നെ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ മുദ്രാവാക്യവുമായി തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും ചരിത്ര സംഭവത്തിൽ എപ്പോഴും ആ ഈടുകളിൽ തന്നെ ഇടം പിടിക്കും ഈ സംഭവം എന്ന് പറയേണ്ടി വരും. കാരണം 36 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പണിമുടക്കിൽ തന്നെ കൽക്കരി മേഖലയുമായി ബന്ധപ്പെട്ട ബാങ്കിംഗ് മേഖല, അതുപോലെ തന്നെയുള്ള എല്ലാ മേഖല, അധ്യാപക സംഘടന അങ്ങനെയുള്ള എല്ലാ മേഖലയിലുള്ള എല്ലാവരും തന്നെ അണിനിരന്നിരിക്കുന്നു. എന്തായാലും ഒരു 20 കോടി ജനങ്ങൾ ഇന്നലെ പങ്കെടുത്തെങ്കിൽ ഇന്ന് അതിൽ കൂടുതൽ പങ്കെടുത്തു എന്നാണ് ഇവരുടെ സംഘാടകർ എല്ലാവരും നമ്മളെ അറിയിക്കുന്നത്. ജീന, തീർച്ചയായും ദേശീയ പണിമുടക്ക് ഒരു ചരിത്ര വിജയത്തിലേക്ക് തന്നെ കുതിക്കുകയാണ്. അതാണ് ദേശീയ തലത്തിൽ നിന്നും ഹരീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി വീണ്ടും കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മലബാറിൽ 2ാം ദിനവും പണിമുടക്ക് പൂർണ്ണമാണ്. KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. പണിമുടക്കുന്ന തൊഴിലാളികളും അധ്യാപകരും ജീവനക്കാരും വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും നടത്തും. ഇപ്പോൾ മേഘ ചേരുകയാണ്. മേഘ, എങ്ങനെയാണ് ഇന്നത്തെ സ്ഥിതി? സ്കൂളുകളെല്ലാം അടഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ്. വാഹനങ്ങളെല്ലാം നിരത്തിൽ ഇറങ്ങുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? വിവിധ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ആഹ്വാനം ചെയ്ത പണിമുടക്ക് അതിന്റെ 2ാം ദിവസവും പൂർണ്ണമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കോഴിക്കോട് ജില്ലയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും ഒന്നും തന്നെയും സർവീസ് നടത്തുന്നില്ല. സ്കൂളുകളിലെയും ഒപ്പം തന്നെ സർക്കാർ ഓഫീസുകളുടെയും ഹാജർ നില വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പല സ്കൂളുകളും തുറന്നു പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. വിവിധ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലയിലുടനീളം തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും കൂട്ടായ്മകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന കേന്ദ്രമായ മുതലക്കുളം മൈതാനിയിൽ നിന്ന് രാവിലെ തന്നെ പ്രതിഷേധ പ്രകടനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും പണിമുടക്കിനോട് വലിയ തരത്തിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള പ്രതികരണമാണ് നിലവിൽ വരുന്നത്. കോഴിക്കോട് മിഠായി തെരുവിൽ ചില കടകൾ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ
തന്നെ ഇന്നും എണ്ണിപ്പറയാവുന്ന കടകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത്. പണിമുടക്കിനോട് അനുകൂല നിലപാടാണ് ഉള്ളതെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെയുണ്ടായ ഹർത്താലുകൾ ഉണ്ടാക്കിയ നഷ്ടത്തെ കുറിച്ചാണ് വ്യാപാരി വ്യവസായികൾ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് കട തുറക്കാം എന്ന ഒരു തീരുമാനമായിരുന്നു അവർ മുൻപോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ മാത്രമാണ്, ചില കടകൾ മാത്രമാണ് കോഴിക്കോട് മിഠായി തെരുവിൽ തുറന്ന് പ്രവർത്തിക്കുന്നത്. എല്ലാ തരത്തിലും പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ചെറിയ സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തെയും പണിമുടക്ക് സാരമായി തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത്. മലപ്പുറത്തും ഇതേ സാഹചര്യം. സ്വകാര്യ ബസ്സുകളും KSRTC ഒന്നും തന്നെയും സർവീസ് നടത്തുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. കടകമ്പോളങ്ങളൊക്കെ തന്നെയും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വ്യാപാര മേഖലകളൊക്കെ തന്നെയും നിശ്ചലമാകുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ ഉണ്ട്. കണ്ണൂരിൽ ഹർത്താൽ പൂർണ്ണമാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരം മംഗളൂർ മലബാർ എക്സ്പ്രസ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മംഗളൂർ സെൻട്രൽ മെയിൽ തടയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളൊന്നും തന്നെയും സർവീസ് നടത്തുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 166 കേന്ദ്രങ്ങളിലായാണ് ഈ കൂട്ടായ്മകൾ, വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സ്വകാര്യ വാഹനങ്ങളെ ഒന്നും തന്നെയും തടയുന്നില്ല. വളരെ സമാധാന പൂർണ്ണമായി തന്നെയാണ് ഈ പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാടും വലിയ തരത്തിൽ ഈ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചു എന്ന് തന്നെ പറയാം. കാരണം പണിമുടക്ക് പൂർണ്ണമാണ്. KSRTC ബസ്സും സ്വകാര്യ ബസ്സും ഒന്നും തന്നെയും നിരത്തിൽ ഇറങ്ങിയിട്ടില്ല. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചർ ഷൊർണൂരിൽ വെച്ച് പാലക്കാട് ജംഗ്ഷനിൽ വെച്ച് തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. കഞ്ചിക്കോട് ഫാക്ടറിയുടെ പ്രവർത്തനത്തെ സാരമായി തന്നെ പണിമുടക്ക് ബാധിച്ചിരിക്കുന്നു. ഈ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലാളികളോട് കൂടുതൽ ആളുകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ വലിയ തരത്തിൽ ഈ കഞ്ചിക്കോട് ഫാക്ടറിയുടെ പ്രവർത്തനത്തെയൊക്കെ തന്നെയും ഈ പണിമുടക്ക് ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാം. മലബാർ മേഖലകളിൽ പണിമുടക്ക് ഇന്നലെ ദിവസം പോലെ തന്നെ ഇന്നത്തെ ദിവസവും പൂർണ്ണമാണ്. എല്ലാ കടകളും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ ഉണ്ട്. ഏതായാലും വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിലൊക്കെ തന്നെയും പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ കൂട്ടായ്മകളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മലബാർ മേഖലയിൽ ഹർത്താൽ ഈ 2ാം ദിവസവും പൂർണ്ണമാണ്. തീർച്ചയായും മലബാർ മേഖലയിലും പണിമുടക്ക് പൂർണ്ണമാണ്. സമാധാന അന്തരീക്ഷത്തിൽ തന്നെയാണ് പണിമുടക്ക് പുരോഗമിക്കുന്നത്. അതേസമയം ചില ഒറ്റപ്പെട്ട സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. മടങ്ങിവരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ദേശീയ പണിമുടക്ക് 2ാം ദിനം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ തെക്കൻ ജില്ലകളിലെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും ഷീജ ചേരുകയാണ്. ഷീജ, എങ്ങനെയാണ് നിലവിലെ സ്ഥിതി? എങ്ങനെയാണ് പണിമുടക്ക് പൂർണ്ണ വിജയം തന്നെ എന്ന് വേണം മനസ്സിലാക്കാൻ? ചില ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കിയാൽ എങ്ങനെ പുരോഗമിക്കുന്നു? തീർച്ചയായും ജീന, പ്രത്യേകിച്ചും തൊഴിലാളികളുടെ ജീവൽ പ്രശ്നങ്ങൾ അത് ഉയർത്തിക്കാട്ടി അതിനു വേണ്ടിയിട്ടുള്ള ഒരു ദ്വിദിന പണിമുടക്കാണ് രാജ്യവ്യാപകമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കേരളത്തിൽ തെക്കൻ ജില്ലകളുടെ സ്ഥിതി പരിശോധിക്കുമ്പോൾ പൂർണ്ണമാണ്. ഇത് പൂർണ്ണമായും വിജയത്തിലേക്ക് അടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി മണിക്കൂറുകൾ കൂടിയുണ്ട് ഈ ഒരു പണിമുടക്ക് അവസാനിക്കുവാൻ വേണ്ടി. ഇന്ന് ഉച്ചയാകുമ്പോൾ, 2ാം ദിനം ഉച്ചയാകുമ്പോൾ വലിയ രീതിയിൽ ജനങ്ങൾ ഈ ഒരു പണിമുടക്കിനെ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് തെക്കൻ ജില്ലകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ആ രീതിയിൽ വലിയ ഒരു പിന്തുണ തന്നെയാണ് എല്ലാ വിഭാഗം തൊഴിലാളികളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. സർവ്വ മേഖലകളിലും ആ ഒരു സ്തംഭനം, പ്രത്യേകിച്ചും അത്തരത്തിൽ തൊഴിലാളികൾ ഈ ഒരു പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടുകൂടി സർവ്വ മേഖലകളും ഒരു സ്തംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. നമുക്കറിയാം, വ്യവസായ മേഖല, പ്രത്യേകിച്ചും ഒരു കടകൾ പോലും, കടകമ്പോളങ്ങളെല്ലാം പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് തെക്കൻ കേരളത്തിലും ഉള്ളത്. പ്രത്യേകിച്ചും അതിൽ ഒരു വ്യത്യാസമില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ചെറിയ കടയെന്നോ വലിയ കടയെന്നോ ആ രീതിയിൽ ഒരു മാറ്റം ഇതിനില്ല. വലിയ കട മുതൽ തട്ടുകട വരെയുള്ള എല്ലാവരും, ഈ തൊഴിലാളി വിഭാഗങ്ങൾ എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ഈ ഒരു പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി രംഗത്തുണ്ട്. മറ്റൊന്ന് പൊതുഗതാഗത സംവിധാനമാണ്. ഇതിൽ KSRTCയുടെ സർവീസ് നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്നും ഇല്ല. പക്ഷേ ശബരിമലയുടെ ഉള്ള KSRTCയുടെ സർവീസ് അത് സുഗമമായ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. അത് ഒരു തരത്തിലും അയ്യപ്പ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അനിഷ്ട സംഭവങ്ങൾ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഒരു അനിഷ്ട സംഭവം ചെറുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തിരുവനന്തപുരത്ത് ഇവിടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരപന്തലിന്റെ സമീപത്തായി
SBIയുടെ ബാങ്കിലേക്ക് ചെറിയ തോതിൽ ഒരു ആക്രമണം ഉണ്ടായി. അത് സാമൂഹ്യ വിരുദ്ധരുടെ ഭാഗത്തു നിന്നുമാണ് ഉണ്ടായത്. പക്ഷേ ഈ രീതിയിൽ സമരപന്തലിന് സമീപത്തുണ്ടായതുകൊണ്ട് ഇത് സമരാനുകൂലികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന രീതിയിൽ ചില വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. അതിന് അപ്പോൾ തന്നെ സംയുക്ത സമരസമിതിയുടെ നേതാക്കൾ സമര നേതാക്കൾ ആരും തന്നെയല്ല, സമരത്തിന്റെ ഭാഗമായി എത്തിയിട്ടുള്ള ആരും തന്നെയല്ല ഈ ഒരു അക്രമത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് എന്നത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ രണ്ടാം ദിനത്തിലും ഉച്ചയോടടുക്കുമ്പോൾ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ തെക്കൻ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പൂർണ്ണമാണ് ഈ ഒരു പണിമുടക്ക്, അത് വിജയമാണെന്ന് തന്നെ പറയാം. തീർച്ചയായും തെക്കൻ ജില്ലകളിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. തട്ടുകട മുതൽ വലിയ കടകൾ വരെ അടച്ചുകിടന്ന് വലിയൊരു ജനപിന്തുണയോടെ തന്നെയാണ് പണിമുടക്ക് പൂർണ്ണമാകാൻ പോകുന്നത്. വിവരങ്ങളാണ് ഷീജ നൽകിയത്. പണിമുടക്കം സമരകലയുടെ തുടിമുഴക്കം ദുരിതമർദ്ദിത ജനകമുദ്ര തിരയിലക്കം നാടുണർത്തുന്നു. അതേസമയം പണിമുടക്കിനിടെ തിരുവനന്തപുരത്ത് SBIക്ക് നേരെ ഉണ്ടായ ആക്രമണം അപലപനീയമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സംഭവം സമരസമിതി പരിശോധിക്കുമെന്നും സർക്കാരിനും പോലീസിനും നിയമ നടപടിയുമായി മുന്നോട്ടു പോകാമെന്നും കോടിയേരി വ്യക്തമാക്കി. ഒരു കാരണവശാലും ഒന്നിലും ആരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് സംയുക്ത സമരസമിതി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് വിരുദ്ധമായി ചെയ്തവർ ആരാണെന്ന് കണ്ടെത്തും. അവർക്കെതിരായിട്ട് നിയമാനുസൃതമായ നടപടി സർക്കാരിന് സ്വീകരിക്കുകയും ചെയ്യും. ഒറ്റപ്പെടലിൽ ഇത്തരം സംഭവങ്ങൾ അത് സമരത്തിന്റെ ഭാഗമല്ല. അത്തരം സംഭവങ്ങളെ അപലപിക്കും. തിരുവനന്തപുരത്ത് SBI ബാങ്കിന് നേരെയുണ്ടായ അക്രമത്തെ അപലപിക്കുന്നതായി CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. അക്രമം നടത്തിയവർക്ക് സമരസമിതിയുമായി ബന്ധമില്ല. ഇവർ സമരാനുകൂലികൾ അല്ലെന്നും സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണെന്നും ആനത്തലവട്ടം ആനന്ദൻ പ്രതികരിച്ചു. ഇപ്പൊ തിരുവനന്തപുരത്ത് SBIയുടെ ട്രഷറി ബ്രാഞ്ചിൽ 10-12 ആളുകൾ കയറി അവിടുത്തെ മാനേജറുടെ ക്യാബിനകത്ത് ശല്യമുണ്ടാക്കി അത് നഷ്ടം വരുത്തിയെന്ന വാർത്ത വന്നിട്ടുണ്ട്. അതിനെ ഞങ്ങൾ ശക്തിയായി അപലപിക്കുന്നു. അതിൽ ഈ സംയുക്ത സമരസമിതിക്കും CITUവിനും ഒരു ബന്ധവുമില്ല. കുറ്റവാളികൾക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് നിർബന്ധമാവും. ഗവൺമെന്റ് അങ്ങനെ നടപടി സ്വീകരിക്കുന്നതിന് മാർഗമുണ്ട്. അവർക്ക് ഈ സംയുക്ത സമരസമിതിയുമായിട്ടോ പണിമുടക്കുമായിട്ടോ ബന്ധമുള്ളവരല്ല. സമരത്തിന്റെ വിജയം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ സമരത്തിന്റെ വിരോധികൾക്ക് സന്തോഷിക്കാൻ ആഹ്ലാദിക്കാൻ വകവെടുക്കുന്ന വിധത്തിൽ ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നത് സമരാനുകൂലികളല്ല, സമരവിരോധികളാണ്. പണിമുടക്കം സമരകലയുടെ തുടിമുഴക്കം ദുരിതമർദ്ദിത ജനകമുദ്ര തിരയിലക്കം നാടുണർത്തുന്നു. കോഴിക്കോട് പേരാമ്പ്രയിൽ വീണ്ടും വീടിന് നേരെ ബോംബേറ്. CPM അനുഭാവിയായ എരവട്ടൂർ സ്വദേശി ശ്രീധരന്റെ വീടിന് നേരെയാണ് ബോംബെറിഞ്ഞത്. രാത്രി 1:30 നടന്ന ബോംബേറിൽ ജനൽ ചില്ലുകളും വാതിലുകളും തകർന്നു. അക്രമത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായിട്ടില്ല. പേരാമ്പ്ര പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. നിലവിൽ പേരാമ്പ്ര സ്റ്റേഷൻ പരിധിയിൽ പോലീസ് ആക്ട് പ്രകാരമുള്ള നിരോധനമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലബാർ ദേവസ്വം ബോർഡ് അംഗം ശശികുമാർ പേരാമ്പ്രയുടെയും CPIM പ്രവർത്തകൻ രാധാകൃഷ്ണന്റെയും വീടിനു നേരെ RSS ബോംബെറിഞ്ഞിരുന്നു. മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സംവരണം ഏർപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ രാജ്യസഭയിൽ. ബിൽ ചർച്ച ചെയ്യും മുൻപ് സിലക്ട് കമ്മിറ്റിക്ക് വിടാൻ ഉള്ള പ്രമേയം വോട്ടിനിടണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ പിരിഞ്ഞു. വിവരങ്ങളുമായി ശരത്ത് ചേരുകയാണ്. ശരത്ത്, പ്രധാനമായും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായിരുന്നത്? വിവരങ്ങൾ. ജീന, പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായതിനെ തുടർന്ന് അസമിലുണ്ടായ സംഘർഷങ്ങൾ സഭ നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിനിടെയാണ് ഭരണഘടനാ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായുള്ള ഒരു ആവശ്യമായി ഉന്നയിച്ചത്. ബില്ല് അപൂർണമാണ്, അവതരണവും വോട്ടെടുപ്പും ഒരേ ദിവസം പാടില്ല, എന്താണ് ബില്ല് പാസ്സാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തിടുക്കത്തിന് പിന്നിൽ തുടങ്ങിയ വിഷയങ്ങൾ ക്രമപ്രശ്നമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുകയുണ്ടായി. ഇതുകൂടാതെ ബില്ല് ചർച്ചയ്ക്കെടുക്കും മുൻപ് സെലക്ട് കമ്മിറ്റിക്ക് വിടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കനിമൊഴി MP ഒരു പ്രമേയം കൊണ്ടുവന്നിരുന്നു. ഈ ബില്ല് അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതി ബിൽ ചർച്ച ചെയ്യും മുൻപ് പ്രമേയം വോട്ടിനിടണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു കോൺഗ്രസും CPIM-ഉം PDP-യും RJD JDS എന്നീ പാർട്ടികൾ ഉന്നയിച്ചത്. ഈ ആവശ്യം എന്നാൽ അംഗീകരിക്കാൻ വേണ്ടി ഉപാധ്യക്ഷൻ തയ്യാറായില്ല. തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. ഈ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലായിരുന്നു സഭ 2 മണിവരെ നിർത്തിവെക്കാൻ വേണ്ടി ഉപാധ്യക്ഷൻ തീരുമാനിച്ചത്. ഏതായാലും 2 മണിക്ക് വീണ്ടും സഭ ആരംഭിക്കുമ്പോൾ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 8 മണിക്കൂറോളം ചർച്ച നീളുമെന്നും ആണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ജീന, അതുപോലെ തന്നെ ഈ ബില്ല് പാസ്സാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അതുപോലെ എതിർക്കാനുള്ള സാധ്യത?
ജീന, എല്ലാ പാർട്ടികളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുഭൂരിഭാഗം പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോൾ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ വോട്ടെടുപ്പിൽ ഏതൊക്കെ പാർട്ടികൾ പങ്കെടുക്കുമെന്നതിനെ കൂടി ആശ്രയിച്ചായിരിക്കും ബില്ല് പാസ്സാകുമോ എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത വരിക. അതേസമയം തന്നെ നേരത്തെ ലോക്സഭയിൽ ഈ എതിർപ്പ് ഉന്നയിച്ച പാർട്ടികൾ ഉൾപ്പെടെ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു. എന്നാൽ രാജ്യസഭയിലേക്ക് എത്തുമ്പോഴേക്കും സാഹചര്യം മാറുന്ന ഒരു കാഴ്ചയാണുള്ളത്. അതിനാൽ തന്നെ ബില്ല് പാസ്സാകുമോ എന്ന് ഉറപ്പാക്കണമെങ്കിൽ ഏതായാലും വോട്ടെടുപ്പിലേക്ക് എത്തുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജീന, തീർച്ചയായും ശരത്താണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വാഹനങ്ങൾക്ക് പമ്പ വരെ സർവീസ് നടത്താൻ അനുമതി. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് പമ്പ സർവീസിന് അനുമതി നൽകിയതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. നേരത്തെ KSRTCക്ക് മാത്രമായിരുന്നു പമ്പ സർവീസിന് അനുമതി ഉണ്ടായിരുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ശരിയാണ്. ഉമേഷ്, ഇപ്പോൾ തമിഴ്നാട് നിന്നുള്ള വാഹനങ്ങൾക്ക് കൂടി പമ്പ വരെ സർവീസ് നടത്താനുള്ള അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ജീന, തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കാരണം ഈ പമ്പ വരെ, നിലയ്ക്കൽ നിന്ന് പമ്പ വരെ സർവീസ് നടത്താൻ KSRTCക്ക് മാത്രമായി അനുമതി ഹൈക്കോടതി നിജപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് തങ്ങൾക്ക് കൂടി പമ്പ സർവീസ് നടത്താൻ അനുമതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ സാഹചര്യത്തിൽ സർക്കാരിനോട് ഇത് സംബന്ധിച്ച നിലപാട് അറിയിക്കാൻ ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരുന്നു. 24 മണിക്കൂറിനകം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് അറിയിക്കണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അറിയിച്ചത് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വാഹനങ്ങൾക്ക് പമ്പ വരെ സർവീസ് നടത്താം എന്നുള്ളതാണ്. എന്നാൽ തിരക്കുള്ള സമയത്ത് അത് അനുവദിക്കുകയില്ല എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തിരക്കില്ലാത്ത സമയത്ത് തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വാഹനങ്ങൾക്ക് പമ്പ വരെ സർവീസ് നടത്താം. സർവീസ് നടത്തി അവിടെ തീർത്ഥാടകരെയും കൊണ്ട് വാഹനം അവിടെ ചെല്ലുകയും അവിടെ പാർക്കിംഗ് അനുവദിക്കില്ല എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അവിടെ ഭക്തരെ ഇറക്കിയതിനു ശേഷം അവിടെ നിന്ന് മടങ്ങിപ്പോകണം. തിരിച്ച് അവിടെ നിന്ന് ആളെ കയറ്റാനുള്ള അനുമതിയും ഇല്ല എന്നും സംസ്ഥാന സർക്കാർ നിലപാട് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഈ കേസ് നാളെ ഹൈക്കോടതി വീണ്ടും പരിഗണിച്ച ശേഷമായിരിക്കും ഹൈക്കോടതി ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയുക. തീർച്ചയായും തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് പമ്പ വരെ സർവീസ് നടത്താനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.